Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ അടുത്ത യൂണിറ്റായ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡെവലപ്മെൻറ്റ്, എന്താണ് വികാസം എന്നുള്ളത് നമുക്ക് നോക്കി. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ എത്രയെ തിരിച്ചിരിക്കുന്നു, എങ്ങനെയാണെന്നെല്ലാമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് that occur in orderly, predictable pattern as a result of maturation and experience. അപ്പോൾ നമുക്കറിയാം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും വരുന്ന മെച്ചുറേഷനും അവർക്കുടെ എക്സ്പീരിയൻസും അനുസരിച്ച് വരുന്ന ആ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്, അതായത് ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് മരണാവസ്ഥയിൽ വരെ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് സൈക്കോളജി കൺസേൺ വിത്ത് ദ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഇൻ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ എന്താ ഡെവലപ്മെൻറ്റ് സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഏജിനനുസരിച്ചും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവർക്കുടെ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഈസ് കൺസേൺ വിത്ത് ദ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഇൻ എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, ദെൻ നമുക്കറിയാം ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പ്രിനേറ്റൽ, ഇൻഫൻസി, early childhood, middle childhood, late childhood, adolescence, early adulthood, mature adulthood and old age. ഇങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. പ്രിനേറ്റൽ, ഇൻഫൻസി, early childhood, middle childhood, late childhood, adolescence, early adulthood, mature adulthood and old age. ഇതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ഓരോ സ്റ്റേജസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ പ്രിനേറ്റൽ സ്റ്റേജ്. പ്രിനേറ്റൽ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പീരീഡ് ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത്, അതായത് ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരവസ്ഥ മുതൽ ആ കുട്ടി ജനിക്കുന്ന ഒരു ടൈം വരെയുള്ളതിനെയാണ് നമ്മൾ പ്രിനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ ഈസ് ഓഫ് എ പർട്ടിക്കുലർ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് കുട്ടികളുടെ തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അറ്റ് 22 വീക്സ് ദ ഫീറ്റസ് ക്യാൻ റിയാക്ട് ടു ഒപ്പോസിറ്റ് സ്റ്റിമുലൈ ആൻഡ് ക്യാൻ ബി സ്റ്റഡീഡ്. അതാണ് ഒരു 22 ആഴ്ചകൾക്ക് ശേഷം കുട്ടി എന്തായിട്ട് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനോട് പ്രതികരിക്കുന്നതായിട്ട് പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് ഈസ് ബേസ്ഡ് ഓൺ പ്രിനേറ്റൽ ലേണിംഗ്. അതുപോലെ തന്നെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതും പ്രിനേറ്റൽ ലേണിങ്ങിൽ വരുന്നൊരു കാര്യമാണ്. ബേബീസ് ക്യാൻ റിമെമ്പർ മ്യൂസിക്കൽ പാറ്റേൺസ് ദേ ഹിയർ ഇൻ ദ വോംബ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കുട്ടി കേൾക്കുന്ന ഓരോ മ്യൂസിക്കൽ പാറ്റേൺ വരെ കുട്ടികൾക്ക് ഓർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രിനേറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസെപ്ഷൻ തൊട്ട് ബർത്ത് വരെ വരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത് പ്രിനേറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അബൌട്ട് ദ ഇൻഫൻസി. എന്താണ് ഇൻഫൻസി എന്ന് പറയുന്നത്? ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് പീരീഡ് എക്സ്റ്റെൻഡ് ഫ്രം ബർത്ത് ടു 18 months ഓഫ് ഏജ്. അതായത് നമ്മുടെ ജനനം മുതൽ 18 മാസം വരെ വരുന്ന കാലയളവിനെയാണ് നമ്മൾ ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്നത്. ദ ഏജ് ഓഫ് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ്. ഇതിൻ്റെ അകത്ത് അവർക്ക് ട്രസ്റ്റ് ആവാം, മിസ്ട്രസ്റ്റ് ആയിരിക്കാം ഈ ഒരു ഏജിൽ വരുന്ന കുട്ടികൾക്ക്. ദ ചൈൽഡ് ഓൺലി നീഡ്സ് നറിഷ്മെൻറ്റ് ആൻഡ് കെയർ. ആ സമയത്ത് കുട്ടികൾക്ക് അധികം ആവശ്യമായിട്ട് വരുന്നത് പോഷകങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കെയറുമാണ്. ദ ന്യൂ ബോൺ ഹാസ് ടു അഡ്ജസ്റ്റ് വിത്ത് ദ ടെമ്പറേച്ചർ ചേഞ്ചസ്, ദെൻ ലേൺസ് ടു ബ്രീത്ത്, ഡിഫിക്കേറ്റ്, സക്ക്, സോളോ. കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ടൈമിൽ പഠിക്കുന്നത്? കുട്ടികൾക്ക് ഭക്ഷണം സോളോ ഇറക്കാനും അതുപോലെ തന്നെ പാല് കുടിക്കാനും കുട്ടികൾക്ക് സക്ക് ചെയ്ത് കുടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടി ഈ ഒരു സ്റ്റേജിൽ ലേൺ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് എ ടൈം ഫോർ റാഡിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടൈം എന്നുകൂടി നമുക്ക് ഇൻഫൻസി പീരീഡിനെ പറയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അബൌട്ട് ദ ഏർലി ചൈൽഡ്ഹുഡ്. ഈ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ദ സ്റ്റേജ് റേഞ്ചസ് ഫ്രം 18 months to 3 years.
18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. The muscular and nervous system develops remarkably by the second year. ഒരു രണ്ടാമത്തെ വർഷമാകുമ്പോഴാണ് അവർക്കിടെ മസ്കുലറും നെർവസ് ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുന്നത്, പ്രോപ്പറായിട്ട് നടന്നു വരുന്നത്. ചൈൽഡ് നീഡ്സ് ഗൈഡൻസ് ആസ് ഇറ്റ് ലേൺസ് ടു ഡിസ്റ്റിങ്ക്വിഷ് റൈറ്റ് ആൻഡ് റോങ് ആൻഡ് ബിഗിൻസ് ടു ഡെവലപ്പ് കൺസിസ്റ്റൻസ്. അതായത് കുട്ടിക്ക് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കി കൊടുക്കാനും ഈ ഒരു കാലഘട്ടത്തിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ അവരെ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. then gets ready to read and is able to speak effectively by this stage. നമുക്കറിയാലേ ഒരു 3 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ പ്രീ പ്രൈമറി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ കുട്ടി എന്തായിരിക്കും, പുതുതായിട്ട് പല വാക്കുകളും പല രീതികളും കുട്ടികളെ മനസ്സിലാക്കുകയും അത് പറയാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദെൻ മിഡിൽ ചൈൽഡ്ഹുഡ്, അതായത് കുട്ടികൾ എന്തിലാണ് ഒരു പ്രീ പ്രൈമറി സെക്ഷനിലേക്ക് വന്നു, അതായത് ദിസ് ഏജ് എക്സ്റ്റെൻഡ് ഫ്രം 3 to 5 years, 3 മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. കുട്ടികൾ അടുത്തുള്ള സ്കൂളുകളിലും കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന ഒരു ടൈം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇറ്റ് ഈസ് at this time the child willing to try new things to facilitated or inhibited. പുതുതായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും അത് ആർജിക്കാനും കുട്ടികൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. then can understand and express relationship between the past and future. അതുപോലെ തന്നെ അവർക്ക് ഓരോ റിലേഷൻഷിപ്പും കഴിഞ്ഞതിൽ എന്താണ് ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ലേറ്റ് ചൈൽഡ്ഹുഡ്, അതായത് ഒരു പ്രൈമറി സെക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലേറ്റ് ചൈൽഡ്ഹുഡ്. അതായത് കുട്ടികളുടെ ദിസ് പീരീഡ് റേഞ്ച് ഫ്രം 5 to 12 years, 5 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ദ ചൈൽഡ് ഡെവലപ്സ് ഗ്രേറ്റർ അറ്റൻഷൻ സ്പാൻ ആൻഡ് നീഡ്സ് ലെസ് സ്ലീപ്പ് ആൻഡ് ഗെയിൻസ് റാപ്പിഡ്ലി ഇൻ സ്ട്രെങ്ത്. കുട്ടികൾക്ക് ഈ സമയത്താണ് കൂടുതലായിട്ട് കെയറും അറ്റൻഷൻസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ചില സമയത്ത് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കുടെ ഉറക്കം വളരെ കുറവായിരിക്കും. പിന്നെ അവർക്കുടെ സ്ട്രെങ്ത്തും അവർക്ക് മറ്റു വളർച്ചകളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. The child learns to get along with the age mates and learn physical skills necessary for the ordinary games. ഈ സമയത്താണ് കുട്ടികൾ ഗെയിംസും അതായത് തൻ്റെ സമപ്രായക്കാരോട് കൂടി കളിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റും ഈ ഒരു പ്രായഘട്ടത്തിലാണ് കഴിയുന്നത്. then spend more time in acquiring skills and need accomplishment regardless for ability. പല കാര്യങ്ങളിലും കുട്ടികൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡോളസൻസ് ആണ്. അഡോളസൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൗമാരപ്രായം അല്ലേ. ദിസ് പീരീഡ് എക്സ്റ്റെൻഡ് ഫ്രം 12 to 20 years, 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഡോളസൻസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ദ ഇൻഡിവിജ്വൽ അറ്റൈൻസ് puberty leading to many changes in the individual's sexual, social, emotional and വൊക്കേഷണൽ ലൈഫ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സാമൂഹികവും വൈകാരികമായിട്ടുള്ള ചേഞ്ചുകൾ, അതുപോലെ തന്നെ അവർക്കിടെ സെക്ഷൽ അതായത് ഇൻഡിവിജ്വൽ സെക്ഷൽ ലൈഫ്, അതായത് കുട്ടികൾക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരും. അതായത് ആൺകുട്ടികൾ വരുമ്പോൾ അവർക്ക് താടി മീശ, അതുപോലെ തന്നെ അവർക്കിടെ സൗണ്ടിൽ വരുന്ന ചേഞ്ച്, ഈ ഒരു കാര്യങ്ങൾ അതെല്ലാം ബോഡി ലാംഗ്വേജിൽ മാറുന്നു. ഇതെല്ലാം ഈ ഒരു പീരീഡിലായിരിക്കും നടക്കുന്നത്. ഡിസ്ക്രൈബ്ഡ് ആസ് എ പീരീഡ് ഓഫ് സ്റ്റോം ഓർ സ്ട്രെസ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനെ പറയുന്നത് സ്റ്റോം ഓർ സ്ട്രെസ്, കൂടുതൽ സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാലഘട്ടം അഡോളസൻസ് എന്ന് പറയാം. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ യൂണിക് ഡെവലപ്മെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യങ് adolescents in central among the tenets of middle level education. അതുപോലെ തന്നെ അവർക്കിടെ യൂണീക്കായിട്ടുള്ള ഓരോകൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ ഇൻഡിവിജ്വൽക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ ഇൻഡിവിജ്വലായിരിക്കും. ദെൻ ഏർലി അഡൽട്ട്ഹുഡ്. ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഏജ് എക്സ്റ്റെൻഡ് ഫ്രം 20 to 30 years, 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണേ ഏർലി അഡോളസൻസ് എന്ന് ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. ആസ് ആൻ അഡൽട്ട്
the individual takes a firmer place in society, usually holding a job, contributing to community and maintaining a family, care of for offspring, show increase in leadership qualities ഒക്കെ വരുന്നത് ഈ ഒരു ഏർലി അഡൽട്ട്ഹുഡിലാണ്. ഇനി മെച്യൂർ അഡൽട്ട്ഹുഡ്, അതായത് ഒരു 30 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെച്യൂർ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മിഡിൽ ഏജ് എന്നും പറയാവുന്നതാണ്. One has to adjust to the deterioration of body and strength of age. The person becomes able enough to assist teenage children to become responsible and happy adult. ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികളെ, അതായത് ടീനേജ് കുട്ടികളെ എന്താണ് കൂടുതലും ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കാൻ, അതിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാർക്ക് പറ്റുന്നതായിരിക്കും. ദെൻ ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ള കാലം, 65 വയസ്സ് മുതലുള്ള പ്രായത്തിനെയാണ് മുതൽ അവർക്കിടെ എന്താണ് ദ സ്റ്റേജ് ആഫ്റ്റർ, 65 വയസ്സിന് ശേഷം മരണം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു എന്താണ് എല്ലാം അവർക്കുടെ ഗോൾസും എല്ലാ കാര്യങ്ങളും അവർ അച്ചീവ് ചെയ്ത് അവർക്കുടെ ലിമിറ്റഡ് ടൈമിലേക്ക് ഒതുങ്ങുന്ന ഒരു ഏജാണ് ഓൾഡ് ഏജ് എന്ന് പറഞ്ഞ കണി. അതുപോലെ തന്നെ അവർക്കുടെ സ്ട്രെങ്ത് ഒക്കെ എന്ത് ചെയ്യും, റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി. പീപ്പിൾ ഇൻ സിമിലർ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഡിസ്പ്ലേ സിമിലർലി സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ഏതൊക്കെ സ്റ്റേജസ് ആണോ ഉള്ളതെന്ന്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം. ഓക്കെ.